നമ്മുടെ നാട്ടിൽ ഒരു 2 പള്ളിക്കൂടത്തിലെ കുട്ടികൾ ഒരു സ്ഥലത്ത് ട്യൂഷന് പോകുന്നു. വളരെ നിസ്സാരമായ കാര്യമാണ്. സ്കൂളിലുള്ള എന്തോ ഒരു കശപിശ ചെറിയ കാര്യത്തിൽ കുട്ടികൾ സംഘടിതമായി മാരകായുധങ്ങളുമായിട്ട് വരിക, ആക്രമിക്കുക, ഒരു കുട്ടിയെ ചവിട്ടി കൂട്ടി കൊലപ്പെടുത്തുക. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 12:30 മണിക്ക് കുട്ടി അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ മനസാക്ഷിയിലേക്കുള്ള ഈ ചവിട്ടി കൂട്ടി കയറുന്നത് നമുക്ക് നിർത്തിയേ പറ്റൂ. താമരശ്ശേരിയിലാണ് ഈ സംഭവം. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ്സുകാരനാണ് അന്ത്യശ്വാസം വലിച്ചത്. ചുങ്കത്തെ പാലോറക്കുന്ന മുഹമ്മദ് ഷഹബാസാണ് മരിച്ചത്. താങ്ങാൻ കഴിയാത്ത കാര്യമാണ്. മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി മരിച്ചു എന്നുള്ളതല്ല, 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ കൊലക്കത്തിയുമായി തെരുവിലിറങ്ങുന്നു എന്നുള്ളത് ഏറ്റവും അപകടകരമായ സംഭവമായിട്ട് നമ്മളിതിനെ കാണുന്നു. നമ്മളിതിനെ കുറച്ച് കണ്ടിട്ടൊരു കാര്യം, 2-3 സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 2-3 ദിവസങ്ങളായി നടക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ യാത്ര എങ്ങോട്ട് എന്നുള്ള അടിസ്ഥാനപരമായ ചോദ്യം നമ്മൾ ചോദിക്കണം. നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുമായി ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തെ അധികായന്മാരൊക്കെ തന്നെ ഇതിന് മറുപടി പറയേണ്ട ആവശ്യമുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളൊക്കെ ഒരു ദിവസത്തേക്ക് പണി നിർത്തി വെച്ചിട്ട് അവർ ഈ ഇങ്ങനെ നശിച്ചു പോകുന്ന ഈ വിദ്യാഭ്യാസ രംഗത്തെ ഈ കലാപകലുഷിതമായ കലാലയങ്ങളെ പഴയ രീതിയിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് വിനീതമായി നമുക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ട്യൂഷൻ സെൻ്ററിലെ ഫെയർവെൽ പാർട്ടിക്കിടെയാണ് ഈ സംഘർഷമുണ്ടായത്. കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച 5 വിദ്യാർത്ഥികൾക്കെതിരെ ഈ കൊലക്കുറ്റം ചുമത്തും. എന്ന് മാത്രമല്ല, ഈ കുട്ടികൾ ഏത് വമ്പൻ്റെ മക്കളായാലും വളരെ ഹീനമായി കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ അവരുടെ ചുമലിൽ കെട്ടിവെക്കണം. ഇനി ഒരു കുട്ടിയും കൊലക്കത്തിയും എടുത്ത് തെരുവിലിറങ്ങാൻ പാടില്ല. നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ശക്തിയും കരുത്തും എന്താണെന്ന് ഈ വില്ലന്മാരായ കൊലപാതകികളെ കാണിച്ചു കൊടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. മാരകമായ കൊലക്കത്തിയും അതേപോലുള്ള യന്ത്രങ്ങളും അധോലോകങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ആയുധങ്ങളുമായിട്ട് തെരുവിലിറങ്ങി ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ ജീവനില്ലാതാക്കിയ ഹീനന്മാരാണ് ഈ കുട്ടികൾ. അവരോടൊന്നും നമുക്ക് യാതൊരു ദാക്ഷിണ്യവും സഹതാപവും കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇത് കേരളത്തിൽ വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റ് പുറത്തു വന്നു. അതിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. കൂട്ടത്തല്ലിൽ ഒരുത്തൻ ചത്തുപോയാലും അതിന് പോലീസ് പിടിക്കാൻ സാധ്യതയില്ല എന്ന് വരെ കുട്ടികൾ പറഞ്ഞു വയ്ക്കുന്നത്. എത്ര മാരകമായ ചിന്തയാണത്. അതിലേക്ക് നമുക്കൊന്ന് പോകാം. ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ല. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. ഏട്ടാ, കേസ് ഉണ്ടാവില്ല. കേസ് തള്ളി പോകും. കാരണം ഒരേ ഇങ്ങോട്ട് വന്നത് 2 ദിവസം കഴിയട്ടെ. അത് മാത്രമല്ല, ഇപ്പോൾ ദീപക് തർമ്മടം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ദീപക്, ഈ താമരശ്ശേരിയിൽ ഉണ്ടായ സംഭവം നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവി വളരെ വളരെ മോശമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെ വിവരങ്ങളാണ് ദീപക് ഇപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്നത്? SKN അത്യന്തം ഹീനമായ ക്രൂരമായ ഈ കൊലപാതകം നടന്നിട്ട് ആ കുട്ടികളെ, അതായത് ഈ പ്രതികളായ 5 പേരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റ് ചെയ്തതിനു ശേഷം ജുനൈൽ ജസ്റ്റിസ് ബോർഡിലേക്ക് ഹാജരാക്കുകയായിരുന്നു. ഞാൻ അല്പം മുൻപ് താമരശ്ശേരി ഡിവൈഎസ്പി കെ സുഷീറുമായും അവിടുത്തെ ഈ കേസ് അന്വേഷിക്കുന്ന CI സായൂജുമായും സംസാരിച്ച സമയത്താണ് ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിഞ്ഞത്. SKN ഈ ജുനൈൽ ജസ്റ്റിസ് ബോർഡ് ഈ പ്രതികളെ, അതായത് ഒരു കൊലപാതകം നടത്തിയ പ്രതികളെ വീട്ടിലേക്ക് വിട്ടയക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതിന് കാരണം പറഞ്ഞത് അവർക്ക് പരീക്ഷയുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥിയെയാണ് ഇവർ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയത്. ഈ BNS-ലെ 103(1) എന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ അത് കൊലപാതക ശ്രമമായിരുന്നു. അതെന്നാൽ ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം കൊലപാതകത്തിന് കേസെടുത്തിരിക്കുന്നു. അജ്നാസ് എന്ന കുട്ടി, അതുപോലെ തന്നെ ഹരിഗോവിന്ദ് യാദവ്, റബിൻ, സൂര്യകിരൺ, ഈ 5 പേർ ചേർന്നാണ് ഈ ഈനകൃത്യം, ഈ ക്രൂരമായ കൊലപാതകം നടത്തിയത്. ഇതിൽ അജ്നാസിന്റെ കയ്യിൽ നെഞ്ചക്കുണ്ടായിരുന്നു. അതായത് കൃത്യമായി ഒരു കൊലപാതക ശ്രമത്തിന് ഒരുങ്ങിക്കൊണ്ട് ആയുധവുമായാണ് ഇവർ വന്നത് എന്നുള്ളതാണ്. SKN യഥാർത്ഥത്തിൽ വളരെ നിസ്സാരമായ ഒരു കാര്യമായിരുന്നു. ഒരു ട്യൂഷൻ സെന്റർ, ആ ട്യൂഷൻ സെന്ററിൽ TYS എന്ന ഒരു ട്യൂഷൻ സെന്ററിൽ കുട്ടികൾ തമ്മിൽ ചെറിയൊരു തർക്കം വരുന്നു. അതും ഒരു യാത്രയപ്പിലെ പാട്ട് നിന്നുപോയി, ഒരു ഡാൻസിന്റെ പാട്ട് നിന്നുപോയ സമയത്ത് ഒരു കൂവിളി ഉണ്ടാവുകയാണ്. അതിന് പ്രതികാരം തീർക്കാൻ വേണ്ടി പിന്നീട് 2 ദിവസം കഴിഞ്ഞ് സംഘം ചേർന്ന് വരികയും ഈ ക്രൂരമായ കൊലപാതകത്തിലേക്ക് കടക്കുകയുമാണ് ഉണ്ടായിരുന്നത്. SKN ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, SKN പറഞ്ഞതുപോലെ ഏതെങ്കിലും ദയ ഈ കുട്ടികൾ അർഹിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ എന്നാൽ പോലീസ് പോലും, ഈ കേസ് അന്വേഷിക്കുന്ന സായുജ് പോലും, CI പോലും ഞെട്ടിപ്പോയിരിക്കുന്നു. കാരണം ജുനൈൽ ജസ്റ്റിസ് ബോർഡിലെ അംഗങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കുമ്പോൾ അവരെ നേരെ ജുനൈൽ ഹോമിലേക്ക് അയക്കുന്നതിന് പകരം വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യം. കാരണം നീതി പോലെ ഇത്തരം ക്രിമിനലുകളായ കുട്ടികളെ നിലക്ക് നിർത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. SKN പറഞ്ഞതുപോലെ. SKN
ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത് തത്സമയം ശരിയാണ്. അഭിജിത്ത്, ഏറ്റവും ഹീനമായ ഒരു കൊലപാതകം, ഇതിനെ ഒരു കൊലപാതകം തന്നെ വിളിക്കണം. കാരണം കുട്ടികൾ ചെയ്തു പോയി എന്നതുകൊണ്ട് മാത്രം ഇത് കൊലപാതകമല്ലാതാകുന്നില്ല. ഒരു കുട്ടിയുടെ ജീവനെടുക്കുന്ന മൃഗീയമായ ഹിംസയാണ് ഈ കുട്ടികൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേരിതിരിഞ്ഞ് ആക്രമിക്കുക, ഒരു ട്യൂഷൻ സെൻ്ററിലെ നിസ്സാര ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ 2 സ്കൂളുകളിലെ കുട്ടികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ആക്രമിക്കുക, അവസാനം ഒരുവൻ്റെ ജീവൻ എന്നേക്കുമായി ഇല്ലാതാകുക. താമരശ്ശേരിയിൽ സംഭവിച്ച കാര്യം കേരളത്തിൻ്റെ മനസാക്ഷിക്ക് ഏൽപ്പിക്കുന്ന മുറിവ് ചില്ലറയല്ല. പറയൂ അഭിജിത്ത്. SKN സംശയമില്ല, കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കിയ സംഘടിതമായ ഒരു കൊലപാതകം തന്നെ എന്ന് നമുക്ക് താമരശ്ശേരിയിലെ ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിക്കാം. ഇന്നലെ ഈ ആക്രമണത്തിന് പിന്നാലെ, വ്യാഴാഴ്ചയാണ് ആക്രമണം ഉണ്ടാകുന്നത്, അതിന് പിന്നാലെ ഗുരുതരമായി പരിക്കുപറ്റിയ ഷഹബാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 70% ഷഹബാസിൻ്റെ തലയ്ക്ക് പരിക്ക് പറ്റിയത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി 12:30 മണിയോടുകൂടി ഷഹബാസിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഡോക്ടർമാർ. ഏതായാലും ഞാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിലാണുള്ളത്. ഇവിടെ അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിയും. അതിനുശേഷമാകും ഷഹബാസിൻ്റെ മൃതദേഹം താമരശ്ശേരിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക. SKN ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയുധങ്ങൾ ഉപയോഗിച്ച് ഷഹബാസിന് മർദ്ദനമേറ്റിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവർ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് എന്ന് ഓർക്കുക. ഇവരുടെ കൈവശമാണ് ഈ നഞ്ചക്ക്, ഇടിവള പോലെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യമാണ് SKN. ഇവരുടെ കൈവശം ഇങ്ങനെ ഈ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കുറ്റകൃത്യം, ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യണം എന്ന് ആസൂത്രണം നടത്തി തന്നെയാണോ ഇവർ വന്നത് എന്ന് സംശയിക്കുകയാണ്. ആ സംശയത്തെ ബലപ്പെടുത്തുന്ന ചില ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് വോയിസ് മെസ്സേജുകളാണ് നമ്മൾ അല്പസമയം മുൻപ് പുറത്തുവിട്ടത്. ഇതിൽ കൃത്യമായി ഈ വിദ്യാർത്ഥികൾ പരസ്പരം ചോദിക്കുകയാണ്, നമുക്ക് ഒരു കൂട്ടത്തല്ലിനിടയിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസ് നമുക്കെതിരെ ഒന്നും ചെയ്യുകയില്ല, കേസെടുക്കുകയില്ല. ഞാൻ ഷഹബാസിനെ പോയി നോക്കിയിട്ടുണ്ട്, കണ്ണൊക്കെ കാണേണ്ടതാണ്. ഇങ്ങനെ ഈ ആക്രമണം നടന്നതിന് ശേഷം ഗുരുതരമായി പരിക്കുപറ്റി ഷഹബാസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായ സമയത്ത് പോലും ഈ വിദ്യാർത്ഥികൾ പരസ്പരം യാതൊരു കുറ്റബോധവുമില്ലാതെ സംസാരിച്ചതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. SKN ഈ സംഭവം ചുരുക്കി പറയാം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇതിനൊക്കെ ഒരു തുടക്കമുണ്ടാകുന്നത്. ഞായറാഴ്ച ഈ താമരശ്ശേരി ട്യൂഷൻ സെന്ററിൽ ഒരു പരിപാടി നടക്കുന്നു. അത് ഈ യാത്രയയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. ഈ പരിപാടിക്കിടെ എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു പരിപാടി അവതരിപ്പിക്കുന്നു. പക്ഷേ ആ പരിപാടി അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് ആ പരിപാടി അവർക്ക് മുഴുമിപ്പിക്കാൻ കഴിയാതെ വന്നത്. ഇതേ സമയത്ത് താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതിനെ കൂകി വിളിക്കുകയാണ്. ഇതോടുകൂടി ഇപ്പുറത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് വലിയ പ്രശ്നമായി ഫീൽ ചെയ്തു. അവർക്ക് ഇതൊരു അപമാനമായി അനുഭവപ്പെട്ടു. തുടർന്ന് 2 വിഭാഗം വിദ്യാർത്ഥികളും തമ്മിൽ പരസ്പരം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ്. ഇങ്ങനെ ഈ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെ അധ്യാപകർ ഇടപെട്ട് ആ രംഗം ശാന്തമാക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ മനസ്സിൽ ഇതൊരു പകയായി വളരുന്നു. അവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. ഈ എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വാട്സപ്പിലും ഒപ്പം ഇൻസ്റ്റഗ്രാമിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഈ ഗ്രൂപ്പിൽ അവർ ഒരു ആഹ്വാനം നടത്തുകയാണ്. തങ്ങളെ കൂകി വിളിച്ച് അപമാനിച്ച മറ്റേ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കെതിരെ തങ്ങൾക്ക് പ്രതികാരം ചെയ്യണം, അവരെ നമുക്ക് ആക്രമിക്കേണ്ടതുണ്ട്, അവർക്കൊരു മറുപടി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് മിനിയാന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടേക്ക് ഈ വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തുന്നത്. താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടേക്ക് സംഘടിച്ചെത്തുന്നു. ഒപ്പം തന്നെ അവിടെ ഈ എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ ഷഹബാസിനെ വീട്ടിലെത്തി ഈ കൂട്ടുകാർ കൊണ്ടുപോകുന്നത്. ഷഹബാസ് ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല, അയാൾ അവിടെ പഠിക്കുന്ന ഒരാളല്ല. പക്ഷേ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഷഹബാസ് ഇവിടേക്ക് എത്തുന്നത്. തുടർന്ന് അവിടെ വലിയൊരു സംഘർഷം ഉടലെടുക്കുകയാണ്. നമ്മൾ ഇന്നലെ CCTV ദൃശ്യങ്ങൾ കണ്ടതാണ്. SKN ഒരു കോംപ്ലക്സിനകത്ത് വെച്ച് കുറേ കച്ചവട സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലത്ത് വെച്ച് ആദ്യം ഒരു സംഘർഷം ഉണ്ടാകുന്നു. അവിടെ വെച്ചാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്ക് പറ്റിയത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. 5-10 പേരടങ്ങുന്ന ഒരു സംഘം ചേർന്ന് ഈ ഷഹബാസിനെ വളഞ്ഞിട്ടടിക്കുകയാണ്, പുറത്തടിക്കുന്നുണ്ട്, തലക്കടിക്കുന്നുണ്ട്. ഈ മർദ്ദനത്തിനിടയിലാണ് ഷഹബാസിന് ഗുരുതരമായി തലയ്ക്ക് പരിക്ക് പറ്റുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഷഹബാസിനെ ഈ പ്രശ്നം കണ്ട നാട്ടുകാർ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കുട്ടികളെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. പക്ഷേ ഈ കുട്ടികൾ അവിടെ നിന്നും മടങ്ങിപ്പോകാൻ തയ്യാറാകുന്നില്ല. അവർ തൊട്ടപ്പുറം ഏതാണ്ട് 4-5 മീറ്റർ അപ്പുറത്തുള്ളൊരു സ്ഥലത്ത് വെച്ച് റോഡിൽ വെച്ച് വീണ്ടും തല്ലുകൂടുകയാണ്, ഏറ്റുമുട്ടുകയാണ്. അവിടെ നിന്നും നാട്ടുകാർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു സ്ഥലത്ത് നിന്ന് അവിടെ വെച്ചും തമ്മിൽ തല്ലുകയാണ്. ഇങ്ങനെ 3 ഇടങ്ങളിൽ വെച്ചാണ് ഈ വ്യാഴാഴ്ച താമരശ്ശേരിയിൽ സംഘർഷമുണ്ടായത്. അതിൽ പിന്നെ ഈ ഷഹബാസിന് ഗുരുതരമായി പരിക്ക് പറ്റുന്നു. ഷഹബാസിനെ വിദ്യാർത്ഥികൾ, അതായത് ഒപ്പമുള്ളവർ ചേർന്ന്
ഷഹബാസിന്റെ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്നുള്ള കാര്യമൊന്നും ഈ കൂട്ടുകാർ ബന്ധുക്കളോട് പറയുന്നില്ല, അച്ഛനോടും അമ്മയോടൊന്നും പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി അവർ വേറെന്തെങ്കിലും പ്രശ്നമായിരിക്കാം എന്ന് കരുതുന്നു. പക്ഷേ പിന്നീട് രാത്രി ആയപ്പോഴാണ് ഷഹബാസ് ഛർദ്ദിക്കുന്നത്. അത് കണ്ടപ്പോഴാണ് ഒരു സംശയം തോന്നുന്നത്, അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ ആക്രമണത്തിലൊക്കെ ചുരുളഴിയുന്നതും പോലീസ് ഈ സംഭവത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്താൻ ആരംഭിക്കുകയും ചെയ്തത്. SKN. താങ്ക് യു അഭിജിത്ത് മുഴക്കുന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഏറ്റവും ഹീനമായ ഒരു കൊലപാതകമാണ് അരങ്ങേറിയത്. വളരെ ആസൂത്രിതമായി ചെയ്ത ഒരു കൊലപാതകം. കുട്ടികളാണെന്ന് മാത്രമേ ഉള്ളൂ. താമരശ്ശേരിയിലെ ഷഹബാസിനെ ചവിട്ടി കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ആയുധങ്ങളുമായി പോയ ഒരു സംഘം കുട്ടികളാണ്. അവരെ കൊലപാതകികൾ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. കാരണം കുട്ടികളാണെങ്കിൽ ഇത്രയും ആസൂത്രിതമായി കൊലപാതകം ചെയ്യാൻ തീരുമാനിക്കുമോ? നമുക്കപ്പം ഇന്നലെ രാത്രി 12:30 മണിക്ക് മരിച്ച പലോറക്കുന്നിലെ മുഹമ്മദ് ഷഹബാസിൻ്റെ വീട്ടിലിപ്പോൾ മിഥില ബാലനുണ്ട്. ഒരുപക്ഷെ ഈ കുട്ടി മരിക്കുന്നത് കേരളത്തിൻ്റെ ഒരു കുട്ടി മരിക്കുന്ന പോലെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം അത്ര ഹീനമായ അക്രമവും അതിൻ്റെ പിന്നാലെയുള്ള മരണവുമാണ് സംഭവിച്ചിരിക്കുന്നത്. മിഥില, യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഈ ഒരു മരണവും നാളെ മറവിയിലേക്ക് നമ്മൾ എഴുതിത്തള്ളും. പക്ഷേ ഈ മരണം, ഈ കൊലപാതകം ഉയർത്തുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഈ കേരളത്തിൽ അറുത്തു വീഴ്ത്തേണ്ട ചില വൃത്തികെട്ട പ്രവണതകൾ വളരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഈ അടുത്ത കാലത്തായി കുട്ടികൾ സംഘം ചേരുകയും കുട്ടികൾ ലഹരിക്ക് അടിമയാവുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. പറയൂ മിഥില. തീർച്ചയായും SKN കൃത്യമായി പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് SKN ഇപ്പോൾ സൂചിപ്പിച്ച കാര്യം. പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ അക്രമ വാസന വർദ്ധിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ കുറച്ചു കാലത്തെ ഒരു വാർത്തകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് അടിമപ്പെടുന്ന അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾക്ക് ചെയ്യുന്നത് കുട്ടികളാണ്. ഇത്തരത്തിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ് അധികവും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് താമരശ്ശേരി ചുങ്കത്തെ ഈ കുട്ടിയുടെ വീട്ടിലാണ്. ഇവിടെ ഇപ്പോൾ ആളുകളെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 12:30-ക്കാണ് മരണം സ്ഥിരീകരിച്ചത്. നമ്മൾ വീടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ വീടിന് സമീപത്തേക്ക് വരരുതെന്ന ഒരു ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീടിന് പുറത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ 12:30-ക്ക് ആ കുഞ്ഞിൻ്റെ മരണ വാർത്ത അറിഞ്ഞ മുതൽ തളർന്നു വീണ് ഒരു ഉമ്മ ഈ വീട്ടിനുള്ളിൽ കിടക്കുന്നുണ്ട്. ഒപ്പം ബാപ്പയും ഇവിടെയുണ്ട്. നമുക്കറിയാം, ഇന്നലെ ബാപ്പ സംസാരിച്ചതാണ് നമ്മുടെ അടുത്ത്. ബാപ്പ പറഞ്ഞൊരു കാര്യം, കൃത്യമായ ഒരു ആസൂത്രണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ഒരു സംശയം തനിക്കുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഉതകുന്ന അല്ലെങ്കിൽ അക്കാര്യങ്ങളിലേക്കെല്ലാം പോകുന്ന തെളിവുകളാണ് ഈ ഇൻസ്റ്റഗ്രാം ചാറ്റിലെ ശബ്ദ സന്ദേശത്തിലൂടെ. കൃത്യമായൊരു ആസൂത്രണം ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഉണ്ട് എന്ന തരത്തിലുള്ള തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് താമരശ്ശേരി ചുങ്കത്തെ വീട്ടിലാണ്. ഇവിടെ ഇങ്ങോട്ടായിരിക്കില്ല ഷഹബാസിൻ്റെ മൃതദേഹം കൊണ്ടുവരിക. തൊട്ടടുത്ത് ഇത് വാടക വീടാണ്, അപ്പുറത്ത് തറവാട് വീടുണ്ട്. അവിടെ ഷഹബാസിൻ്റെ വീട്ടുപണി നടക്കുന്നുണ്ട്. അങ്ങോട്ടായിരിക്കും എത്തിക്കുക. എന്ത് തന്നെയാലും 8:30-ക്കാണ് താമരശ്ശേരിയിൽ നിന്നുള്ള പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് പോവുക. ഇൻക്വസ്റ്റ് നടപടി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം, പ്രത്യേകിച്ച് ഈ ഇത്തരം ഒരു കേസായതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള മർദ്ദനം ഈ ശരീരത്തിൽ ഏറ്റിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെ പോലീസിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ഈ ഒരു കേസിൽ ഏറെ നിർണായകമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുക. അങ്ങനെയെങ്കിൽ നിലവിൽ ഇവർ പറയുന്ന ഒരു കാര്യമെന്ന് 12:30-1 മണിയോടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ കഴിയും എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ബന്ധുക്കളുള്ളത്. അതിനുശേഷമായിരിക്കും സംസ്കാരം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. എന്ന് തന്നെയാലും ഏറെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ വീട്ടിലുള്ളത്. SKN. താങ്ക് യു. പ്രതികൾ ഇപ്പോൾ വീട്ടിലാണുള്ളത്. പ്രതികളെ വിട്ടയച്ചിരുന്നു. ഇപ്പോൾ കൊലക്കുറ്റം ചുമത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. ഈ പ്രതികൾ ഇന്ന് പോലീസിൽ ഹാജരാകും. പോലീസിൽ ഹാജരാകാൻ കാത്തു നിൽക്കേണ്ട, പോലീസ് അവരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. തലച്ചോറിൽ ഈ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടാണ് ഈ കുട്ടി മരിച്ചത്. വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം തന്നെയാണ് ഈ ഷഹബാസിൻ്റേത്. ഇന്നലെ രാത്രി 12:30 മണിക്ക് ഈ കുട്ടി അന്ത്യശ്വാസം വലിക്കുമ്പോൾ ഈ സമൂഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം അവശേഷിക്കുകയാണ്: നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണോ പോകേണ്ടത്?